90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഇതാ വീണ്ടും സംഗീത മഹോത്സവത്തിന് തിരി തെളിയുന്നു. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 പ്രസന്റ് മ്യൂസിക് ധമാക്ക ജൂനിയേഴ്സ് സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. 22 മത്സരാർത്ഥികളാണ് ഈ സെമി ഫൈനലിൽ മാറ്റൊരുക്കുന്നത്. വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികളും അവരുടെ കഴിവ് ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സെലക്ട് ചെയ്യുന്ന പാട്ടുകളും അവർ പാടുന്ന രീതിയും ഒക്കെ വളരെ മനോഹരമാണ്. എന്താണെങ്കിലും ഗ്രാൻഡ് ഫിനാലെയുടെ ആ വലിയ വേദിയിലേക്ക് ആരായിരിക്കും എത്തുക എന്നറിയാനുള്ള കടുത്ത മത്സരമാണ് ഈ വേദിയിൽ നടക്കുന്നത്. അപ്പോൾ മത്സരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് വേദിയിലെത്തുന്നത് എമി മറിയം വർഗീസ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എമി. ഹായ് എമി. ഹലോ. എവിടുന്നാ വരുന്നേ? ഞാൻ മാടപ്പള്ളി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഗുഡ് ഷെപ്പേർഡ്. ഓക്കെ. പാട്ടൊക്കെ പഠിച്ചോ? നമ്മളിപ്പോൾ ഫസ്റ്റ് റൗണ്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ഫസ്റ്റ് റൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഓൾഡ് ഈസ് ഗോൾഡ് ആണ്. ഏത് പാട്ടാണ് ഓൾഡ് ഈസ് ഗോൾഡിൽ സെലക്ട് ചെയ്തേക്കുന്നത്? സുമറാണി എന്ന പാട്ട്. ഈ പാട്ട് സെലക്ട് ചെയ്ത എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? അമ്മയുടെ ഫേവറേറ്റ് പാട്ടാണ്. അപ്പൊ അമ്മയുടെ ഫേവറേറ്റ് പാട്ടുമായിട്ടാണ് നമ്മുടെ എമി ഈ വേദിയിൽ എത്തിയേക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും അടിച്ചു പൊളിക്കുമല്ലേ? അപ്പൊ ഇതാ ഈ വേദി എമിക്കായിട്ട് വിട്ടു തരികയാണ്. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 വേദിയിൽ എമി മറിയം വർഗീസ്.
എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ ഓക്കെ ഓക്കെ, പഠിച്ച പോലെ പാടാൻ പറ്റുമോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റും. ഇപ്പം എന്താണെങ്കിലും കേട്ടിരുന്നത് ഞങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്നാൽ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അടുത്ത റൗണ്ട് അന്യഭാഷാ റൗണ്ടാണ്. അന്യഭാഷാ റൗണ്ടിൽ ഏത് പാട്ടാണ് പാടുന്നത് നമുക്ക് ചോദിക്കാം. ഇന്നിസൈ പാടി വരും. NIC പാടി വരും എന്നുള്ള മനോഹരമായ പാട്ടാണ് നമുക്ക് വേണ്ടി ആലപിക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? പാടാം. അപ്പോൾ മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. பாடி வரும் காற்று கூறுவதில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. ஒரு கானம் வருகையில் உள்ளம் கொள்ளி போகுதே, ஆனால் காற்றின் முகவரி கண்கள் அறிவதில்லை. இந்த வாழ்க்கையே ஒரு தேடல் தான், அதை தேடி தேடி தேடும் மனது தொலைகிறதே. இன்னிசை பாடி வரும் காற்று கூறுவதில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. கண்ணில்லை என்றாலோ நிறம் பார்க்க முடியாது, நிறம் பார்க்கும் உன் கண்ணை நீ பார்க்க முடியாது. குயிலிசை போதுமே, அட குயில் முகம் தேவையா? உணர்வுகள் போதுமே, அதன் உறவும் தேவையா? கண்ணில் காட்சி தோன்றிவிட்டால் கற்பனை தீண்டுவிடும். கண்ணில் தோன்றிய காட்சிதான் கற்பனை வாழ்ந்துவிடும். அட பாடல் போல தேடல் கூட ஒரு சுகமே. இன்னிசை பாடி வரும் இளம் காற்று கூறுவதில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. உயிருண்டு இல்லாமல் உடல் இங்கு நிலையாதே, உயிரின்ற பொருள் என்று அலை பாய்ந்து தெரியாது. வாழ்க்கையின் வேர்களோ மிக ரகசியமானது, ரகசியம் காண்பதே நம் அவசியமானது. தேடல் உள்ள உயிர்களுக்கு தினமும் பசி இருக்கும், தேடல் உள்ள உயிர்களை வாழ்வில் ருசி இருக்கும். அட பாடல் போல தேடல் கூட ஒரு சுகமே. இன்னிசை பாடி வரும் இளம் காற்று கூறுவதில்லை, காற்றலை இல்லை என்றால்
എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. കഴിവില്ലാതെ പാടി. ഓക്കെ, പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. പാട്ട് പഠിക്കുന്നില്ല. പാട്ട് പഠിക്കാതെയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്സ് ഒക്കെ നമ്മുടെ ജഡ്ജസിനോടൊന്ന് ചോദിച്ചാലോ. സാർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എമിയുടെ പെർഫോമൻസ്? എമി മറിയം ബറീസ് അല്ലേ? ഓക്കെ, നല്ല പാട്ട്, നല്ല സുഖമായിട്ട് നല്ലപോലെ പാടിയിട്ടുണ്ട്. സന്തോഷമായി. കാരണം പെർഫെക്ഷൻ ഒന്ന് മാക്സിമം പെർഫെക്ഷൻ ഒന്ന് ആക്കിയാൽ മതി. ടോട്ടലി നന്നായിരുന്നു കേട്ടോ. വോയിസ് നല്ല ഡെപ്ത് വോയിസാണ്, നല്ല ത്രോയാണ്, നല്ല വോയിസൊക്കെ അല്ലേ അല്ലേ സാറേ? അതുപോലെ തന്നെ ഈ എനിക്ക് തോന്നുന്ന ഉണരൂ വേഗം നീയുടെ ആ പാട്ടിൻ്റെ ഒക്കെ കൾച്ചറും അതുപോലെ തന്നെ ഇന്നസൈ പാടി വരുമെന്നുള്ള തമിഴ് സോങ്ങും ഒക്കെ രണ്ടും രണ്ട് ടൈപ്പിലുള്ള സോങ്ങാണ്. പക്ഷേ അത് രണ്ടിൻ്റെയും ഒരു സ്റ്റൈൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നല്ല ടോട്ടലി എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ വളരെ മനോഹരമായി കേട്ടോ. എനിക്ക് തോന്നുന്നു പറഞ്ഞതുപോലെ തന്നെ ഒന്ന് പാട്ടൊന്നു അല്ലെങ്കിൽ നല്ല കുറച്ചുകൂടെ ഞാൻ മാക്സിമം പെർഫെക്ഷനിലേക്ക് വരാൻ വേണ്ടി ഒരു ട്രെയിനിങ് ആവശ്യമാണ്. അത്രേ ഉള്ളൂ. ഇവിടെ ഓൺ ദ സ്റ്റേജിൽ ഇപ്പം നല്ല രണ്ട് പാട്ടും നല്ല രസം കേൾക്കാൻ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ ഒന്ന് ട്രെയിനിങ് നേടുകയാണ്, വളരെ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പം ആൻ്റണി സാർ എന്താണെങ്കിലും നല്ല പോസിറ്റീവ് കമൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഷായ് സാറിന് എന്താ പറയാനുള്ളത് നോക്കാം അല്ലേ സാർ? എമ്മി വളരെ നന്നായിട്ട് പാടി, നല്ല പവർ ഉണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഇങ്ങനെ കുഴപ്പങ്ങളായിട്ട് പറയാനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഉണരു വേഗം നീ എന്നുള്ള പാട്ടിലെ മലര എന്നുള്ള ഭാഗം അവസാനം അതൊന്ന് പാടിക്കാം മോളെ. മലരേ 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 തേൻ മലരേ മലരേ തേൻ മലരേ മലരേ. അത് മാത്രമേ ഒരു എന്തെങ്കിലും ചെറിയ വ്യത്യാസം എന്ന് പറയാൻ മാത്രം നമുക്ക് തോന്നുള്ളൂ, വേറെ ഒന്നും തോന്നില്ല. ആ എൻഡിങ് ഇങ്ങനൊന്ന് പാടിയായിരുന്നു, മലരേ. ഒരു കയ്യിൽ നിന്ന് എന്തോ ഒരു അങ്ങനെ അങ്ങനെ അതെ ഒരു സ്റ്റൈലിട്ടാണ് കേട്ടോ. നല്ലതാണെന്നാ പറഞ്ഞത്. അതും കൂടെ ഒന്ന് നോക്കിയാൽ മോളെ. സംഗതി മലരേ തേൻ മലരേ 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 പ്ലെയിൻ ആയിട്ടേ ഉള്ളൂ. പക്ഷെ മോളേതായിട്ടുള്ള ഒരു എന്തോ ഒരു ചെറിയൊരു ജെർക്കിങ്, ഒരു ട്വിസ്റ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇംപ്രവൈസേഷൻ നല്ലതാണ്. പക്ഷേ നല്ലത് തന്നെയാണ്, നല്ലതാണ് കേട്ടോ, കുഴപ്പമില്ല. വളരെ നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സാർ. അപ്പോൾ എന്താണെങ്കിലും പോസിറ്റീവ് കമൻസ് ആണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ഗ്രാൻഡ് ഫിനാലയുടെ വേദിയിൽ എമിയും ഉണ്ടാകുമെന്ന്. അപ്പോൾ എമി, എങ്ങനെയുണ്ടായിരുന്നു? അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് അമ്മയ്ക്ക് ഇഷ്ടമായി കാണുമോ? ഉറപ്പായിട്ടും ഇഷ്ടമായി കാണും. അപ്പോൾ എന്താണെങ്കിലും ഗ്രാൻഡ് ഫിനാലയുടെ റിസൾട്ട് അറിയാനായിട്ട്, ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള റിസൾട്ട് അറിയാനായിട്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 മ്യൂസിക് ധമാക്ക ജൂനിയേഴ്സ് സീസൺ 7 ആണ് പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.